രാജ്യത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് രാജ്യം ഭരിക്കുന്നവരുടെ, രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ കർമ്മശേഷിയും കഴിവും രാജ്യ താല്പര്യവും രാജ്യത്തെ ജനങ്ങളോടുള്ള കടപ്പാടും തിരിച്ചറിയാൻ സാധിക്കുന്നത്. രാജ്യത്തോട് താല്പര്യമുള്ള, രാജ്യത്തെ ജനങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ള പ്രധാനമന്ത്രി ഇത്തരം സന്ദർഭത്തിൽ ജനങ്ങളോട് ചേർന്ന് നിന്ന്, ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്ന ആളുകളോട് ചേർന്ന് നിന്ന്, രാജ്യത്തെ ജനങ്ങളോട് ചേർന്ന് നിന്ന് രാജ്യത്തിന്റെ കരുത്ത് കാട്ടിക്കൊടുക്കും. എന്നാൽ അധികാരമോഹം മാത്രമുള്ള, സ്വന്തം കാര്യത്തെക്കുറിച്ചും സ്വന്തം അധികാരത്തെക്കുറിച്ചും മാത്രം ചിന്തയുള്ള ഭരണാധികാരികൾ ആണെങ്കിൽ ഇത്തരം അവസ്ഥയിൽ ജനങ്ങളുടെ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും കാണിക്കാതെ തനിക്ക് ഇതിൽ നിന്ന് എന്ത് നേട്ടം ഉണ്ടാക്കാം എന്നത് മാത്രമായിരിക്കും ചിന്തിക്കുക. അതുപോലെ ആയിരിക്കും ആ സമയത്തെ അവരുടെ പ്രവൃത്തികളും. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം ഉണ്ടാവാൻ ഇടയില്ല. നമ്മുടെ ഭാഗ്യത്തിന് അത്തരം ഒരു പ്രധാനമന്ത്രിയെയാണ് രാഹുൽ ഗാന്ധിയിലൂടെ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദി ആകട്ടെ ഈ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയിൽ നിന്ന് തനിക്ക് വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കുവാൻ വേണ്ടി റോഡ് ഷോകളും റാലികളുമായി ആർത്തട്ടഹസിച്ച് ചിരിച്ച് നടക്കുകയാണ്. മെയ് 24-ാം തീയതി രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ കാണുകയും ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായ ഗുരുദ്വാര സന്ദർശിക്കുകയും പൂഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ സന്ദർശിച്ച അവർക്ക് ആത്മവിശ്വാസം നൽകുകയും പൂഞ്ചിലെ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്ത ഈ എല്ലാ പരിപാടികളുടെയും വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ക്രൈസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ സന്ദർശിച്ച അദ്ദേഹം അവർക്ക് നൽകുന്ന സന്ദേശം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്ന ഉന്നതമായ രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അതിനുശേഷം ഇതുവരെയുള്ള എല്ലാ പ്രവൃത്തികളും. അദ്ദേഹം തന്റെ വിദേശയാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലെത്തിയ ഉടനെ തന്നെ പോയത് ജമ്മു കാശ്മീരിൽ ഈ ഭീകരാക്രമണം നടന്ന ഏരിയ സന്ദർശിക്കുകയും അവിടുത്തെ ആളുകളുമായി ചർച്ച ചെയ്യുകയും അതുപോലെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളെ സന്ദർശിക്കുകയും ചെയ്യുന്നതിനായിരുന്നു. അതിനുശേഷം കിരാതരായ ഭീകരരുടെ കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണത്തിൽ സ്വന്തം ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട യുവതികളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു പോയത്. പിന്നീട് പാകിസ്ഥാനെതിരെ എടുക്കുന്ന എല്ലാ നടപടികൾക്കും തന്റെയും തന്റെ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെയും പരിപൂർണ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് മാതൃകയായി. എന്നാൽ പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദി ആകട്ടെ വിദേശത്തു നിന്ന് വന്നതിന് ശേഷം ഉടനെ തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയാണ് ഉണ്ടായത്. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ മോദി കൂട്ടാക്കിയില്ല. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടാണ് നടത്തിയത് എന്ന് പ്രഖ്യാപിച്ചിട്ടും ഇതിനെക്കുറിച്ച് യാതൊരു ക്ലാരിഫിക്കേഷനും രാജ്യത്തിന് നൽകാൻ മോദി തയ്യാറായില്ല. അതുപോലെ ഇതിന്റെ വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയുള്ള ജനപ്രതിനിധിയായ മോദി അതിനു പകരം നാടെങ്ങും ഓടി നടന്ന് റോഡ് ഷോ നടത്തി സ്വയം പുഷ്പവൃഷ്ടി ഏറ്റുവാങ്ങി ആർത്തട്ടഹസിച്ച് ചിരിക്കുന്ന കാഴ്ചകളാണ് ദിനം പ്രതി വരുന്നത്. ഇവിടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ദൂരിനെ തുടർന്നുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ എത്തി. ജമ്മു കാശ്മീരിലെ പൂഞ്ചിലാണ് 15-ലധികം ഇന്ത്യക്കാർക്ക് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അതുപോലെ 6-ലേറെ ഇന്ത്യൻ ജവാന്മാർക്കും അവിടെ വീരമൃത്യു വരിക്കേണ്ടി വന്നു. ഇവിടെ അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇത്. ജയശങ്കർ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ചതിനെക്കുറിച്ച് രണ്ടാമത് ചോദ്യം ഉന്നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ജെ എന്നാണ് സംബോധന ചെയ്തത്. ഇദ്ദേഹം പോകുന്ന വഴിയിൽ ഒരു ഗോദി മീഡിയ ആങ്കർ വന്ന് രാഹുൽ ഗാന്ധിയോട് ജെ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്റെ സമയം മെനക്കെടുത്താതെ പോകണമെന്ന് പറഞ്ഞ് അയാളെ അവഗണിക്കുകയാണ്. കാരണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് സമയമില്ല. ഇവിടെ രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളും ജീവഹാനികളും ഉണ്ടായ ആളുകളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുവാൻ വേണ്ടി തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സിഖുകാരനായ മനുഷ്യൻ അദ്ദേഹത്തോട് എന്തോ പറയുവാൻ വേണ്ടി ഓടി അടുക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ സേന ഈ മനുഷ്യനെ തടയുകയാണ്. ആളുകളുടെ ബഹളത്തിൽ രാഹുൽജി എന്ന് അദ്ദേഹം വിളിക്കുന്നത് ആദ്യം രാഹുൽ ഗാന്ധിക്ക് കേൾക്കാൻ സാധിച്ചില്ല.
എന്നാൽ അത് കേട്ട ഉടനെ അദ്ദേഹം തിരിഞ്ഞു നിന്ന് സുരക്ഷാ സേനയിലെ ആളുകളോട് അദ്ദേഹത്തെ കടത്തിവിടാൻ പറയുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ രാഹുൽ ഗാന്ധിയോട് പറയുന്ന വാക്കുകൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി തരുന്നതാണ്. पूंछ का नाम उन्होंने बिल्कुल नहीं लिया। हमें पूरा यकीन है राहुल जी के जो हमारे शहीद हुए हैं उनके लिए आवाज बुलंद करेंगे, 50 लाख की आवाज बुलंद करेंगे। ये इसीलिए पूंछ की हम इंडियन आर्मी के साथ। ഇവിടെ പൂഞ്ചിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ വളരെയേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നരേന്ദ്രമോദി 22 മിനിറ്റ് നടത്തിയ പ്രസംഗത്തിൽ പൂഞ്ചിലെ കാര്യം ഒരു തവണ പോലും പറഞ്ഞില്ല. ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും വേണ്ടി രാഹുൽ ഗാന്ധി ശബ്ദം ഉയർത്തുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പൂഞ്ചിലെ എല്ലാ ജനങ്ങളും ഇന്ത്യൻ സേനയ്ക്ക് ഒപ്പമാണ്. മന്ദഭക്തർക്കൊഴികെ ജനങ്ങൾക്കെല്ലാം മോദിയുടെ തനിനിറം വ്യക്തമായിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഇത്. ഇവിടെ അദ്ദേഹം വിവിധ ആളുകളുമായി സന്ദർശനം നടത്തുകയും സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ഇവിടെ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ പറ്റിയ ഗുരുദ്വാര അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കമ്മ്യൂണിറ്റി ഹാർമണിയുള്ള 10 സിറ്റികളിൽ ഒന്ന് പൂഞ്ചാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും സഹോദരങ്ങളെ പോലെ ഒരുമിച്ചാണ് കഴിയുന്നത്. 1947 മുതൽ ഇന്നുവരെ രാജ്യത്തിന് എവിടെ ആവശ്യം വന്നാലും പൂഞ്ചിലെ ജനങ്ങൾ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ വന്നതിൽ 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് നേരിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വന്ന പരിക്കുകളും സങ്കടങ്ങളും നേരിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തേത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെ നേരിട്ട് കത്തിലൂടെ അറിയിക്കും. അതുപോലെ തന്നെ പാർലമെന്റിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തും. നിങ്ങളുടെ ശബ്ദം ദേശീയ തലത്തിൽ ഉയർത്തും. ഇതാണ് എന്റെ ലക്ഷ്യം. വളരെ നല്ല കാര്യമാണ് എന്ന് ആളുകൾ പറയുകയാണ്. ഇവിടെ പൂഞ്ചിലെ ക്ഷേത്രം അദ്ദേഹം സന്ദർശിക്കുകയും അർച്ചന നടത്തുകയും പൂജാരിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത്. ഇവിടെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം വന്ന വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവ. ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും എത്ര വലിയ നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന്. ആ വീടിന്റെ ഭിത്തികളിൽ കാണുന്നത് വെടിയുണ്ടകളുടെ പാടുകളാണ്. ഇവിടെ ഈ യുവതി പറയുന്നത്, എന്റെ പിതാവ് മരിച്ചിട്ട് 16 വർഷങ്ങളായി. ഞങ്ങൾ 5 സഹോദരിമാരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല. അവരുടെ വീടിന് ഉണ്ടായിരിക്കുന്ന കനത്ത നാശനഷ്ടം കണ്ടോ? ഈ ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ വീടിനുള്ളിൽ ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. വലിയ നാശനഷ്ടങ്ങളും കേടുപാടുകളും സംഭവിച്ച മറ്റ് ചില വീടുകളും സ്ഥാപനങ്ങളും അദ്ദേഹം സന്ദർശിക്കുന്നതാണ് ഇത്. എത്ര വലിയ നഷ്ടമാണ് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഹൃദയം തകർന്നു പോകും. ഇന്ത്യയിലെ പൗരന്മാരാണ് ഇവർ. തങ്ങൾക്കുണ്ടായ നാശനഷ്ടം കാണാനോ കേൾക്കാനോ ആരുമില്ല എന്ന് ഇവർ പറയുകയാണ്. 15 ലക്ഷം രൂപയുടെ നാശനഷ്ടം അവർക്ക് ഉണ്ടായി. എന്നാൽ വെറും 1 ലക്ഷം രൂപയുടെ സഹായം മാത്രമാണ് ഇവർക്ക് നൽകിയത്. ഒരു യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ഇന്ത്യക്കാരായ ജനങ്ങളാണ് ഇവർ എന്നോർക്കണം. ഞങ്ങൾ ടെന്റിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള നാശനഷ്ടം താങ്കൾ ഒന്ന് കണ്ടു നോക്കൂ. ഇതെല്ലാം വെടിയുണ്ടകൾ പതിച്ച പാടുകളാണ്. ഇവിടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെ ചെന്ന് കാണുന്ന ചിത്രങ്ങളാണ് ഇവ. 12 വയസ്സുള്ള ഇരട്ടകളായ ഈ സഹോദരന്മാർ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ചിത്രത്തിൽ കാണുന്ന സിഖുകാരനായ കുട്ടിയുടെ പിതാവ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവരുടെ വീട്ടിൽ ചെന്ന് ഈ കുട്ടികളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് 24ന്റെ രാജീവ് രഞ്ജനോട് ഇവരുടെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പറഞ്ഞത്, കേന്ദ്ര സർക്കാരിൽ നിന്ന് ആരും ഇവരെ വന്ന് കാണുകയോ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്തില്ല എന്നാണ്. Thank you for inviting me here to your school. I want you to know. I want you to know that you are extremely brave children, and we are very, very proud of you. You've seen a little bit of danger. You've seen a little bit of a frightening situation, but don't worry, everything will come back to normal.
And your way of responding to this problem should be ഇനി ഇദ്ദേഹം ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കേൾക്കേണ്ടത്. your way of responding to this problem should be that you study really hard, you play really hard, and you make a lot of friends in school. Okay? Will you do that? Good. ഈ പ്രശ്നത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം വളരെ നന്നായി പഠിക്കുകയും വളരെ നന്നായി കളിക്കുകയും സ്കൂളിൽ വളരെയധികം സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം. എത്ര മഹത്തരമായ സന്ദേശമാണ് എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ കുട്ടികൾക്ക് ഇത്രയും മനോഹരമായ സന്ദേശം നൽകാൻ എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയും? പിന്നീട് അദ്ദേഹം സ്വന്തം സുഹൃത്തുക്കൾ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ മരിച്ച 2 കുട്ടികളുമായി വളരെ വാത്സല്യത്തോടെ സംസാരിക്കുകയും അവർക്ക് മനോബലം നൽകുകയും ചെയ്യുകയാണ്. ആ കുട്ടികൾക്ക് ഈ ഒരൊറ്റ ഇന്ററാക്ഷനിൽ നിന്ന് ലഭിക്കുന്ന ആത്മവിശ്വാസവും മനോബലവും എത്രയാണെന്ന് പറയേണ്ടതില്ലല്ലോ. പിന്നീട് തിരിച്ചു പോകുന്ന വഴി മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുന്നത്, बहुत बड़ी ट्रेजेडी है। भैया क्या कर रहे हैं यार? बहुत लोगों की डेथ हुई है, नुकसान हुआ है। लोगों से बातचीत की, उनकी जो समस्या है उनको समझने की कोशिश की। उन्होंने मुझे कहा है कि 2-3 चीजें नेशनल लेवल पे रेज करने की, वो मैं रेज വലിയ ദുരന്തമാണ് സംഭവിച്ചത്. വളരെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർ എന്നോട് പറഞ്ഞത് ദേശീയ തലത്തിൽ അവരുടെ 2-3 പ്രശ്നങ്ങൾ ഉന്നയിക്കണമെന്നാണ്. അത് ഞാൻ തീർച്ചയായും നിർവഹിക്കും. ഇങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ടത്. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ നേരിട്ട് കണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും വഴിയാണ് തൻ്റെ രാജ്യത്തോടുള്ള കടമ നിർവഹിക്കേണ്ടത്. അല്ലാതെ റോഡ് ഷോ നടത്തിയും സ്വയം പൊങ്ങി പ്രസംഗങ്ങൾ നടത്തിയും ആളുകളെ വിളിച്ചുകൂട്ടി പുഷ്പവൃഷ്ടി നടത്തിച്ച് ചിരിക്കുകയും അല്ല ചെയ്യേണ്ടത്. ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട എല്ലാ കടമയും ഉത്തരവാദിത്വത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതി വരികയില്ല എന്ന് വ്യക്തമായല്ലോ. ആരാണ് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രധാനമന്ത്രി എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്. ജനങ്ങളുടെ ദുരിതത്തിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നവർ അതിക്രൂരന്മാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായ ഭാഷയിൽ മാത്രം രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക് യു.